ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ്. ഇറ്റ്സ് നോട്ട് എ സൂപ്പ്, നോട്ട് എ നൂഡിൽസ്. വി ആർ ഗോയിങ് ടു മേക്ക് ചൈനീസ് ഹോട്ട് പോട്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചൈനീസ് ഹോട്ട് പോട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താം. ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ ആൻഡ് ഫുഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ചൈനീസ് ഹോട്ട് പോട്ട്. സോ നമ്മളിപ്പോൾ ഹോട്ട് പോട്ട് വന്നിട്ട് കിച്ചണിലൊന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫുൾ റെസിപ്പീസ് എല്ലാം ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ലൈവ് കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഹോട്ട് പോട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഹോട്ട് പോട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ഇപ്പോൾ മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു വീക്കെൻഡൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞങ്ങളും തായ്ലാൻഡും അതേപോലെ തന്നെ വിയറ്റ്നാമൊക്കെ പോയപ്പോൾ കുറേ പ്ലേസിൽ ഇങ്ങനത്തെ ഹോട്ട് പോട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുക, ആ ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ട് പോട്ട് കഴിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ തന്നെ ഒരു ഇൻഡക്ഷനും പിന്നെ ഒരു ചെറിയൊരു പാനും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾ കട്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ ജോ? ഈ ഒരു ഹോട്ട് പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് വെജിറ്റബിൾസും അതേപോലെ ലീഫി വെജിറ്റബിൾസ്, ടോഫു, ചിക്കൻ, അതേപോലെ പ്രോൺസ്, പിന്നെ നമുക്ക് നൂഡിൽസ് ഇതെല്ലാം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഡിഷാണ് ഈ ഒരു ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. റെഡിലി കുക്ക്ഡല്ല, ഇവിടെ തന്നെ നമ്മൾ ടേബിളിൽ തന്നെ കുക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ് ഈ ഒരു ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പോയി വെച്ചാൽ ഈ ഒരു ഹോട്ട് പോട്ട് ഡിഷ് ഭയങ്കര ഫേമസ് ആണ്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സൂപ്പ് ബേസിലാണ് അവർ ഈ ഒരു ഹോട്ട് പോട്ട് ചെയ്യാറ്. ഞങ്ങളൊരു കോമൺ നോർമൽ ചിക്കൻ ബ്രോത്ത് യൂസ് ചെയ്ത് ഞങ്ങളൊരു ചെയ്യുന്ന ഹോട്ട് പോട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പാഡ് തൈ നൂഡിൽസ്, റൈസ് നൂഡിൽസ് ആണത്. പിന്നെ നമ്മൾക്ക് ലെമൺ ഗ്രാസ് ഉണ്ട്, ബോച്ചോയ് ഉണ്ട്, ക്യാബേജ്, ഗലങ്കൽ, തായ് ജിഞ്ചറാണ്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. നമ്മൾ പിന്നെ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്, മഷ്റൂം, പിന്നെ ചില്ലി, ചിക്കൻ വന്നിട്ട് നമ്മൾ ഫുൾ ഈ ഒരു ബ്രസ്റ്റ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. ഓണിയൻ, ബ്രക്കോലി, തോഫു, ഫ്രഷ് തോഫു ആണത്. പിന്നെ ബേബി കോൺ, ക്യാരറ്റ്, ഇത് വന്നിട്ട് ചില്ലി ഓയിലാണ്. പിന്നെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഓയിസ്റ്റർ സോസ് ഉണ്ട്, വിനീഗർ ഉണ്ട്, പിന്നെ സോയ സോസ് ഉണ്ട്, പിന്നെ വാട്ടർ. നമ്മളുടെ ഈ ഒരു ഹോട്ട് പോട്ട് സെറ്റ് ഇതാണ് നമ്മൾ ഇത് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ തുടങ്ങാൻ പോകുന്ന നമ്മളുടെ ഹോട്ട് പോട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഓയിലാണ് ഫസ്റ്റ്, നമ്മൾ ഓലിവ് ഓയിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ സിനമൺ സ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ റെഡ് ചില്ലി യൂസ് ചെയ്യുന്നുണ്ട്, ബേ ലീഫ്, സ്റ്റാർ അനൈസ്, ക്ലോവ് ആൻഡ് ദെൻ നമ്മളുടെ ബ്ലാക്ക് പെപ്പർ. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സ്പൈസസിൽ. ഇപ്പോൾ നമ്മൾ സ്പൈസസ് ഇടാൻ പോകണം. നമ്മൾ ചില്ലി യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ചില്ലി, അതും കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര സ്പൈസി ലെവലൊന്നും ഇല്ലാത്ത പോലെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ കുറച്ചും കൂടെ സ്പൈസി വേണമെങ്കിൽ സ്പൈസി യൂസ് ചെയ്യാം. നമ്മൾ ചില്ലി ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സ്പൈസി ലെവൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈസസിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെഷ്വാൻ ഹോം മെയ്ഡ് സെഷ്വാൻ സോസാണ് നമ്മൾ വരുന്നത്. ഗാർലിക്കാണ് നമ്മൾ വരുന്നത്. ഇതൊരു ഹെൽത്തി ഡിഷും കൂടിയാണ്, ബിക്കോസ് നമ്മൾ അത്ര ഓയിലൊന്നും യൂസ് ചെയ്യുന്ന ഓയിലും ഓലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫുൾ വെജിറ്റബിൾസും അതേ എല്ലാം കുറേ ഡിഫറെൻറ്റ് വെജീസൊക്കെ എന്തെങ്കിലുമുണ്ട്. ഇതൊരു ഹെൽത്തി ഡിഷാണ്. നമ്മൾ വലിയൊരു ഓയിൽ ഫ്രൈ ഒന്നുമില്ല, ഫുൾ ഒരു വാട്ടർ ബേസ്ഡ് ഫുഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. ചില്ലി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് പോട്ട് ചെയ്യണമെങ്കിൽ മസ്റ്റാണ് ഈ ഒരു ചില്ലി ഓയിൽ എന്ന് പറയുന്നത്. ബിക്കോസ് അതായിരിക്കും നമുക്ക് ആ ഒരു കളറും ആ ഒരു സൂപ്പിൻ്റെ നല്ലൊരു ഫ്രാഗ്രൻസ് തരാണെങ്കിൽ ഫ്ലേവറൊക്കെ തരാണെങ്കിൽ നമുക്ക് ഈ ചില്ലി ഓയിൽ തന്നെ യൂസ് ചെയ്യണം. നമുക്ക് വഴറ്റുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു സ്പൈസസിൻ്റെയും ആ ഒരു ഗാർലിക്കിൻ്റെയൊക്കെ നല്ലൊരു അരോമ വരുന്നുണ്ട്. അല്ലേ, ആ ഒരു കളർ തന്നെ ഒരു റെഡ് കളർ വരുന്ന അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചില്ലി ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ കുറച്ച് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സൂപ്പ് ബേസ് ആണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നമ്മളുള്ളൂ. നമ്മൾ ഈ ഒരു ഗാർലിക് കുറച്ചൊന്ന് സോട്ടേ ആയ ഉടനെ നമുക്ക് ഈ ഓണിയൻ യൂസ് ചെയ്യാം. ഓണിയൻ നമ്മൾ ഒരു ഓണിയനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇതിൽ ഓണിയനൊന്നും അത്ര ആവശ്യം വരില്ല, കുറച്ചാണ് ഈ ഒരു ഓണിയനൊക്കെ നമുക്ക് യൂസ് ആവുള്ളൂ.
അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് ഈ ഒരു ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഹോട്ട് പോട്ടൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ കുറേ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെക്കേണ്ട പണി തന്നെ ഉള്ളൂ. പിന്നെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ടൈം കുറച്ച് നേരം നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കണം എന്നേ ഉള്ളൂ. അല്ല, അത് നമുക്ക് റൗണ്ട് ടേബിളിൽ ഇരുന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബിക്കോസ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സൂപ്പ് ബേസ് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സൂപ്പ് ബേസ് ലൈവായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ മാത്രം നമുക്ക് വെളിയിൽ നിന്ന് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടുവന്ന് നമുക്ക് വൺ സൂപ്പ് ബേസ് റെഡി ആയ ഉടനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇടുക, കുറച്ച് നേരം ബോയിൽ ആയ ഉടനെ കഴിക്കുക. ഇത് തന്നെയാണ് ഈ ഹോട്ട് പോട്ടിൽ വരുന്നത്. ഈ ഒരു സോസും അതേപോലെ തന്നെ ചില്ലി ഓയിൽ പിന്നെ ഗാർലിക് കുറച്ച് ഒന്ന് സോട്ട് ആയ ഉടനെ നമ്മൾ കുറച്ച് ഇവിടെ ചിക്കൻ ബ്രോത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോൾട്ടൊക്കെ നോക്കി യൂസ് ചെയ്താൽ മതി. ചിക്കൻ ബ്രോത്തിൽ തന്നെ നമ്മൾ കുറച്ച് സോൾട്ടൊക്കെ നമ്മൾ മാഗി ക്യൂബ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള സോൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. അത്ര സോൾട്ട് വേണം, സോൾട്ട് പെപ്പർ കുറച്ച് വേണം. എന്നാൽ പെപ്പറൊക്കെ നമ്മൾ നോർമലായിട്ട് പെപ്പറാണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾട്ട് അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. സൂപ്പ് ബേസ് റെഡി ആയിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ കുറച്ച് വാട്ടറൊക്കെ യൂസ് ചെയ്ത് കുറച്ച് സൂപ്പ് ബേസ് റെഡി ആക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനും ഒരു സൂപ്പ് പോലെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സൂപ്പ് ബോൾ നന്നായിട്ടൊന്ന് ബോയിലാവണം. ബോയിലായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചിക്കനൊക്കെ നമ്മുടെ ഈ മീറ്റും അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഫസ്റ്റ് വന്ന് നല്ല കുക്കാവാൻ ടൈം എടുക്കുന്ന മീറ്റോ ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെയാണ് ഫസ്റ്റ് ഇടേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈസിയായി കുക്കിംഗ് മഷ്റൂംസ് അതേപോലെ തന്നെ ക്യാബേജ് ബ്രോക്കോളി ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. സൂപ്പ് ബേസ് കുറച്ച് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഓയിസ്റ്റർ സോസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓയിസ്റ്റർ സോസ് അല്ലെങ്കിൽ ഫിഷ് സോസ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓത്തൻറ്റിക് അവരുടെ ഒരു ടേസ്റ്റ് വരാനാണ് ഈ ഒരു സോസൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. ലെമൺ ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടും. നമുക്കൊരു തായ് ബേസ് ഡിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻസ് കിട്ടാൻ ലെമൺ ഗ്രാസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ തായ് ജിഞ്ചർ ഗലങ്കൽ എന്ന് പറയും, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ജിഞ്ചർ അല്ല, ഒരു മാങ്ങയിഞ്ചി പോലെയൊക്കെ ഒരു ഡിഫറെന്റ് ടേസ്റ്റും ഒരു മണമുള്ള ഒരു ജിഞ്ചറാണിത്. മാങ്ങയിഞ്ചി അല്ല, ഇതിന്റെ പേര് ഗലങ്കൽ എന്നാണ്. അതിന്റെ ഒരു പ്രത്യേക തരം മണാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് വരാനാണ് ഈ ലെമൺ ഗ്രാസും ഗലങ്കളും. ഇട്ടപ്പോൾ തന്നെ ആ ഒരു ലെമൺ ഗ്രാസിന്റെ സ്മെല്ലാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഇടാൻ പോകുന്നത് ചിക്കനാണ് ഇടാൻ പോകുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഷ്രിംസും പിന്നെ മഷ്റൂംസ് പിന്നെ നമുക്ക് ബോച്ചോയ് എന്ന് പറഞ്ഞിട്ട് ഒരു തായ് ബേസ്ഡ് ലീഫാണത്. നമുക്ക് എല്ലാം സൂപ്പിലൊക്കെ ഇടുന്ന ഒരു ലീഫാണത്. അതൊക്കെ നമുക്ക് ഇടാം. നമുക്ക് നന്നായിട്ട് നമ്മൾ ചിക്കൻ നല്ല ബോയിലായി. ഫസ്റ്റ് ക്യാരറ്റ് ഇടാം, പിന്നെ ബേബി കോൺ ഇടാം, പിന്നെ പ്രോൺസ് ഇടാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇടുന്നുണ്ട്, കുറച്ച് ബേബി കോണും ഇടുന്നുണ്ട്. പ്രോൺസും വലിയ മാരിനേഷനൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെയാണ് പ്രോൺസ് ഇടുന്നത്. ഇതൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത മഷ്റൂംസും പിന്നെ ക്യാബേജ് ലീവ്സും പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ലീഫി വെജിറ്റബിൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് ഞാൻ കുറച്ച് മഷ്റൂംസ് ഇടുന്നുണ്ട്. ബ്രൊക്കോലി ഇടുന്നുണ്ട്. ടോഫു, ഫ്രഷ് ടോഫു ആണ് ഇടുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് മെയിൻ ആയിട്ട് നൂഡിൽസും ഈ ഒരു ലീഫൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ഈറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രോത്ത് ഫുള്ള് റെഡി ആയി. മേലെ ഫുൾ ചിക്കൻ, പ്രോൺസ്, മഷ്റൂം, സുക്കീനി, ബേബി കോൺ, ടോഫു എല്ലാം ഇട്ട് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട്. നന്നായി ബോയിൽ വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ലീഫി വെജിറ്റബിൾസ് ഇട്ടിട്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചങ്ങനെ കഴിക്കാൻ പറ്റും. ഇതങ്ങനെ ഹോട്ടായിട്ടേ വന്നിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് റെഡിയാവും നമുക്ക് ടേസ്റ്റ് കഴിക്കാൻ പറ്റും ഈ ഒരു ഡിഷ്. ഇതാണ് മെയിൻ. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇടുമ്പോൾ നമുക്ക് കഴിയെ നമുക്ക് തിരിച്ചും പ്രിപ്പയർ ചെയ്തേ വരാൻ പറ്റും. അപ്പോൾ ഇരിക്കുന്ന വെജിറ്റബിൾസ് നല്ല ബോയിലാവും, അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഹോട്ട് പോട്ട് അങ്ങനെ റെഡിയായി, നല്ല ബോയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബോക് ചോയ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇടുക തന്നെ
നമുക്ക് സൂപ്പിലൊക്കെ നമ്മൾ ചൈനീസ് സൂപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ലെറ്റ്യൂസ് ലീഫ് പോലത്തെ ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹോട്ട് പോട്ട് എടുത്ത് സെർവ് ചെയ്യാൻ പോവാണ്. വാട്ടർ, വെജിറ്റബിൾസ്, ചിക്കൻ, ലീഫ്, പിന്നെ നൂഡിൽസ്. അപ്പം നമ്മളുടെ കുറച്ച് നൂഡിൽസ് വിട്ടിട്ട് ഈ ഒരു ഹോട്ട് പോട്ട് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാം. അഞ്ജലി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യുന്ന പറ. തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അടിപൊളിയാ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എരിവും ഒരു പുളിയും ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ സോർ എല്ലാം ഉണ്ടാവും. ഈ ഒരു സെഷ്വാൻ സോസിൻ്റെയും പിന്നെ ഓയിസ്റ്റർ സോസ് അങ്ങനെയെല്ലാം ഡിഫറെൻ്റ് ആയിട്ട്. അപ്പം ഞാനും കുറച്ച് ചിക്കൻ ബ്രോക്കോളി എല്ലാം എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്യണം. സ്പൈസി ഈ ഒരു മഴക്കാലത്തിലേക്ക് കഴിക്കാൻ ഒരു സ്പൈസി ഒരു ചൈനീസ് നിങ്ങൾക്കൊരു സൂപ്പ് കഴിക്കണം, അതുപോലെ തന്നെ നൂഡിൽസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഹോട്ട് പോട്ട് ഡിഷാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലൈമറ്റ് നമുക്ക് ഫുള്ള് ഞങ്ങളുടെ ചുറ്റും ഫുൾ ഡാർക്കായി മഴയാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഫുള്ളായിട്ട്. ആ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് അല്ലേ. നൈസ്. ഞങ്ങളുടെ എന്തായാലും ഹോട്ട് പോട്ട് സക്സസ് ആയി അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു സൂപ്പൊക്കെ കഴിയാറായിരുന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടർ കുറച്ചും കൂടെ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറേ നേരം നമുക്ക് കുടിക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2 to 3 4 മെമ്പേഴ്സ് വരെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സിംഗിൾ ഇതിൽ തന്നെ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ഒരു 4 മെമ്പേഴ്സൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു 2 മീലായി അല്ലേ. ഇത് കൂടുതലാണ്. വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങളും ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവാക്കിയിട്ട് വെജിറ്റബിൾസും മീറ്റും ഇതൊക്കെ കുറച്ചായിട്ട് യൂസ് ചെയ്താൽ മതി. എല്ലാ വെജിറ്റബിൾസും കുറച്ചായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ബാക്കി വരെ നമുക്ക് എടുത്തിട്ട് അടുത്ത മീൽ ടൈമിൽ തിരിച്ചും ഈ ഹോട്ട് പോട്ടിൽ ഈ ഒരു സോസ് ചൂടാക്കിയിട്ട് ഈ ഒരു സൂപ്പ് ചൂടാക്കിയിട്ട് തിരിച്ച് നമുക്ക് ഈ ഒരു വെജീസൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പ്രോസസ്സിൽ ഒരു 1-2 മീൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഹോട്ട് പോട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളും ഈ ഒരു ഹോട്ട് പോട്ടൊക്കെ ട്രൈ ചെയ്യാം. ഹോട്ട് പോട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു ട്രാവൽ ലൊക്കേഷൻ ഓർ ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ബൈ.